സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ഉപ്പ് തളിച്ച് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. കർത്താവ് അഹറോനോട് അരുൾ ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ഇതാണ് ഉപ്പ് തളിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? എനിക്ക് ഇതിൻ്റെ അകത്ത് കഴിവില്ല, എനിക്ക് ഇതിൻ്റെ അകത്ത് ഓഹരിയില്ല. എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതാ സംഭവം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ്. കൈയടിക്കട്ടെ. ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചങ്കയെ കൊണ്ട് ചൊല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ ആൾക്കാർ കേൾക്കാം. വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം, വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം. ഉടമ്പടിയിലാണ് പ്രയോഗവിധികളുള്ളത്. വിശ്വാസത്തെ പ്രയോഗമാകും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറയണത്? ഇവർ PT പരീക്ഷയ്ക്ക് പോകും. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസറിൻ്റെ സാറിനോട് ഇത് കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ച മഷി എടുത്തിട്ട് സാങ്ഷൻ ആക്കും. ഓൺ ദി സ്പോട്ട് സാങ്ഷൻ ആക്കുകയാണ്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ടെന്ന് അറിയണോ? എന്നിട്ട് സാങ്ഷൻ ആക്കിയിട്ട് അദ്ദേഹമാണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വീൽ ചെയർ ഉന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും, സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തേക്കാൻ പറയും. അപ്പോഴേ എന്നിട്ട് വില്ലേജ് ഓഫീസർ പോകും. അപ്പോൾ ഈ സൂപ്രണ്ട് പറയും, മാഡം എന്ത് ചതിയാണ്, നടക്കത്തില്ല. കാര്യം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫയൽ ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ, 3 കൊല്ലത്തെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോരും. അവർ അതിൻ്റെ പേരിലൊന്നും പറയാതെ നിൽക്കില്ല. എന്താ കാര്യം? ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല. നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സെൻറ്ററിലല്ലേ സാധനം പിടിക്കുന്നത്, അതെപ്പോഴും ഓർക്കണം നിങ്ങളെ. സെൻറ്ററിൽ പിടിപാടുള്ളവർ അധികം സംസാരിക്കത്തില്ല. അല്ലാത്തവർ മുഖ്യം മൂല്യം വായത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമം അറിയാൻ പറ്റില്ല, കഷ്ടം, ഞാൻ എത്ര പ്രാവശ്യം നടക്കണം, ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ, ഇങ്ങനെ ഈ മനുഷ്യന്മാർ വായത്തൊക്കെ വിളിച്ച് പറയുമല്ലോ. അങ്ങനെയൊന്നും വിളിച്ചുകൊണ്ട കാര്യമില്ല. ഉടമ്പടിക്കാർ ഉടമ്പടിയിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. കാര്യം എന്താണ്? അത് വേറെ സെൻട്രൽ ഓഫീസുണ്ട്, അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യണ കാര്യമാണത്. ഇവർ ചെയ്യണമല്ലത്, അതവരോട് ചെയ്യും. അത് ചെയ്തിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ കണ്ടു പോകുന്നു. പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ആ ഉപ്പ് കൊണ്ടുവന്ന് ഈ റീസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് വിശ്വപ്രമാണം ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റീസർവേ മാറിപ്പോയ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഈ ഉപ്പ് വിശ്വപ്രമാണം ചൊല്ലിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേയർ ഇവരെ വിളിക്കും. അത് ടൈം കണ്ട, ടൈം എന്താ ഇങ്ങനെ നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സർവേയർ വിളിക്കും, മാഡം നിങ്ങളുടെ നാളെ 11 മണിക്ക് നിങ്ങൾ ആ പുരയിടത്തിലുണ്ടാകണം, ഞാൻ അളക്കാൻ വരുന്നുണ്ടെന്ന്. നോക്കിയേ, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് പറയണത്. ടൈം ഷോർട്ടണിങ്, സമയ ചുരുക്കം എന്ന് പറയും. മറിയം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഞാൻ തുറന്ന വാതിൽ ആരും അടക്കത്തില്ല, അടച്ച വാതിൽ ഇവിടെ കൂടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 22:22. യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇത് ഈശോയ്ക്ക് കിട്ടിയ അധികാരമാണ്, ദാവീദ് ഭവനത്തിന്റെ താക്കോല്. ആ അധികാരമാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ കൈമാറണത്. അമ്മ അവിടെ കൊണ്ട് ഒപ്പിട്ട് സമയം ആയില്ലെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കും.
എപ്പോഴും എൻ്റെ മക്കളോട് എനിക്ക് ആധിയോടും ഭീതിയോടും കൂടി പറയാനുള്ള കാര്യം, ഞാൻ പറയണത് ഏത് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇതിന് ഉടമ്പടിയുടെ ഒരു ജീവിതമുണ്ട്. അത് കുറച്ച് കാര്യം ഉടമ്പടി പ്രകാരം, കുറച്ച് കാര്യം തോന്നിവാസമായിട്ട് എടുക്കുക കഴിഞ്ഞാൽ ഉടമ്പടി ജീവിതം ആകത്തില്ല. ഉടമ്പടി ഫുൾ ആൻഡ് ഫുള്ളായിട്ട് തന്നെ ഉടമ്പടി നിലപാടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, ശരിക്കും ഒരു സമീപന രീതിയാണ്. എല്ലാം ഉടമ്പടി പ്രകാരം. അവർ സംസാരിക്കാതെ പോകുന്നത് എന്താണ്? അത് ഉടമ്പടി പ്രകാരമാണ്. കാര്യം അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ആ ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ മാനുഷികമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. കാര്യം മാനുഷികമായി സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂപി ചേഞ്ച് ചെയ്യും. നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതമാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ധ്യാന ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ആത്മീയത ഉണ്ടാകണം. പെരുമാറ്റത്തിലില്ലേ പ്രാർത്ഥിക്കുക എന്നുള്ളത് സപ്പോർട്ട്, അതിലെ മീൻസാണ്, മാർഗങ്ങളാണ്. അതൊക്കെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, മാർഗമാണ്. ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി സുവിശേഷ വിഹിതമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെ എങ്ങനെയാണ് സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത്, അതാണ് ആത്മീയത. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. അപ്പം ദൈവാത്മാവ് വസിച്ചാൽ മാത്രമേ നമ്മൾ ആത്മീയരാകത്തുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ അതുകൊണ്ട് ദൈവാത്മാവിനാൽ വസിക്കണമെന്ന് വെച്ചാൽ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. നമ്മുടെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കുമ്പോൾ അത് നയിച്ചുകൊണ്ട് പോണത് ദൈവാത്മാവിനായിരിക്കണം, ലോകത്തിൻ്റെ ആത്മാവിനാലായിരിക്കരുത്. നിർഭാഗ്യവശാൽ നമ്മുടെ പല കാര്യങ്ങളും നയിക്കപ്പെടുന്നത് ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ആരെ പറ്റിക്കാം, ഏത് രീതിയിൽ തരികിട കാണിച്ച് തട്ടിപ്പ് കാണിക്കാം, അതെല്ലാം ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ദൈവികമായ കാര്യങ്ങൾ വരുമ്പോൾ കൊള്ളലാഭങ്ങളൊന്നും കിട്ടത്തില്ല നമുക്ക്. ബിസിനസ്സുകാരെല്ലാം ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകും. എന്താ കാര്യം? കൊള്ളലാഭം കിട്ടത്തില്ല. പറ്റിച്ചാലും വെട്ടിച്ചാലും അല്ലേ ആൾക്കാർക്ക് കൊള്ളലാഭം കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ സർക്കാരിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പൗണ്ടറിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലൈസിനെ പറ്റിക്കണം. ആരെങ്കിലും പറ്റിക്കേണ്ടി വരികയില്ലേ? പറ്റിക്കാതെ തന്നെ ലാഭം ഉണ്ടാക്കണം. പറ്റിച്ചാണ് ലാഭം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമൊന്നുമില്ല. അത് ലോകത്തിലുള്ള എല്ലാവരും ചെയ്യണതാണ്. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയ എന്ത് പോക്കൃത്തിലൊന്നും കാണിക്കണമെന്ന് ഒരു പ്രശ്നമില്ല. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈശോ ഒരു കഷ്ണം ചേർത്തത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക. അതാണ് സംഭവം. അതൊക്കെയാണ് കഷ്ണം ചേർത്തിക്കേണ്ടത്. കാര്യം ഇതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകടം മറിയണ ഒറ്റ സാധനമാണ്. പക്ഷേ കേട്ട് ഒരു പ്രലോഭനം വന്നാൽ മതി. പ്രലോഭനം പറഞ്ഞെങ്കിൽ ഈ പ്രലോഭനം ഉണ്ടായി അതിനെ അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ പ്രലോഭനവും കൊണ്ടുപോയിക്കൊള്ളൂ. ഇവൻ്റെ ഗുണവത പിന്നെ പ്രലോഭനമേ ഇവനെ ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രശ്നം അതാണ്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുത്തൻ പ്രലോഭനത്തിൽ വീഴുന്നവനാണെങ്കിൽ സാമ്പത്തികമാകാം, അധികാരമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, വീഴുന്നവരാണെങ്കിൽ വീണുകൊണ്ടേയിരിക്കും. വീഴാത്തവരാണെങ്കിൽ വീഴത്തില്ല. എന്താണ്? പ്രലോഭനം വഴിമാറിപ്പോകും. അത് വ്യക്തിയാണ് തീരുമാനിക്കണത്. അതിനിപ്പം നമ്മൾ ഇപ്പോൾ ചിലർ ധ്യാനം നടത്തില്ലേ, ചില പറയണേ ഇപ്പോൾ യോഗയൊക്കെ നടത്തിയാൽ നമുക്ക് മനസ്സിന് സമനില കിട്ടും. ഓക്കെ, അത് ഇല്ലെന്ന് ഞാനൊന്നും പറയണില്ല. പക്ഷേ ബൈബിൾ എന്താ അതിനെക്കുറിച്ച് പറയണത്? അങ്ങനെയുള്ള സമനിലയെ ആത്മീയതയായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് പറയണത്. അതൊന്നും 1 തിമോത്തി 4:8 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ ബ്രീത്തിങ് ഒക്കെ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. കുറച്ച് പ്രയോജനമേ ഉള്ളൂ. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വരാനിരിക്കുന്ന ജീവിതത്തെ കണക്കിലെടുക്കാതെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിനകത്ത് ആത്മീയത ഉണ്ടാകത്തില്ല. വരാനിരിക്കുന്ന ജീവിതത്തെ എന്താണ്? അവിടെ കണക്ക് കൊടുപ്പിക്കലാണ് അവിടുത്തെ മെയിൻ സംഭവം. ഓഡിറ്റിങ് നടക്കുന്നത് അവിടെയാണ്. വരാനിരിക്കുന്ന ജീവിതത്തെ സുവിശേഷവിഹിതമായി ഒരു ഗോസ്പൽ ഓഡിറ്റിങ് നിൻ്റെ ജീവിതം നടത്തി കഴിഞ്ഞാൽ സുവിശേഷവിഹിതമായി ഓഡിറ്റിങ് ഉണ്ടാവുമല്ലോ അവസാനം. ആ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നയിച്ച ജീവിതം ചിലപ്പോൾ അത് ആത്മീയ ജീവിതമാണെന്ന് പറയാൻ പറ്റത്തില്ല.
അതെന്താ കാര്യം? ദൈവാത്മാവിനെ നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത്. എന്താണ് ഇതറിയണമെങ്കിലേ, ഇപ്പോൾ ഈശോ തന്നെ അപ്പോസ്തലന്മാരെ വിട്ടില്ലേ? ഒരു വിഷയം ലോകായികമായിട്ടും കൈകാര്യം ചെയ്യാം, ആത്മീയമായിട്ടും കൈകാര്യം ചെയ്യാം. ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ അപ്പോസ്തലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇപ്പോൾ സമറിയയിലേക്ക് അപ്പോസ്തലന്മാർ പോയി. അപ്പോൾ സമറിയക്കാർ പറഞ്ഞു നിങ്ങളെ വിടത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യും? അവർ അവസാനം അപ്പോസ്തലന്മാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവർ ക്ഷോഭിക്കും. അതിനെന്താ ക്ഷോഭിക്കണത്? എന്താ പറയണത്? ഇവർ തീയും ഗന്ധകവും ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാരാണെങ്കിലും അത് ആത്മീയത അല്ല, ശരിക്കും അത് ലൗകികതയാണ് അല്ലേ? അത് 9:25 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:54. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത്. അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകും, പറയും ദൈവമേ എന്തുമാത്രം ആൾക്കാരെ മണ്ടി ഇടിച്ച് ചാകണം, ഈ ശവം ഇപ്പോഴും കുത്തിയിരിക്കാനുള്ള പറയാം. മതി. അവരോട് ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി, നിങ്ങളുടെ ഉടമ്പടിയുടെ കാര്യത്തിൽ തീരുമാനമായി. വയ്യാവേലിയുടെ വഴിയെ പോണവർ വന്ന് ഉടമ്പടിക്കാത്ത എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു നിലപാടുകാർക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിശാചുമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്. അമ്മയുടെ മധ്യസ്ഥത. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്ക് ആകാതിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടി ബ്രേക്ക് ആകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക്. അതുകൊണ്ടാണ് അവർ ഇത്രയുമൊക്കെ ശാഠ്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ്? അവർ ഉടമ്പടിയിലായതുകൊണ്ടാണ്. ഇപ്പോൾ ഈശോ പറഞ്ഞില്ല 9:56 എടുത്ത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അതിലേ ഉള്ള സംഭവം. അപ്പോൾ ഈശോ എടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോസ്തലന്മാരത് ജഡികമായിട്ട് കൈകാര്യം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പിടികിട്ടിയ നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കണത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങൾ ഒരു വിഷയം വന്നപ്പോൾ അതെങ്ങനെയാണ് ജഡികമായിട്ടാണോ ലൗകികമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ലൗകികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ല് വിലയാണ് കൽപ്പിക്കണത്. ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ല് വില കൽപ്പിക്കേണ്ടത്. പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി നീണ്ടു പോണത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ പേര് സാന്ദ്ര ശോഭൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് നവംബർ 18 ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ 1.5 കൊല്ലമായി പുറത്തോട്ട് ഉപരിപഠനത്തിന് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ കൊല്ലം 2022 സെപ്റ്റംബർ ഇൻടേക്ക് ഞാൻ ഒരു 5 യൂണിവേഴ്സിറ്റിയോളം ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തായിരുന്നു. എന്നാൽ എനിക്ക് വളരെ ചുരുക്കം 2-3 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ് ഓഫർ ലെറ്റർ വന്നത്. ആ ഓഫർ ലെറ്റർ വന്നതും ഞാൻ ഉദ്ദേശിച്ച കോഴ്സോ ഒന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ ഏജൻസിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഞാൻ 2023 ജാനുവരി ഇൻടേക്കിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. അവിടെയും ഏജൻസിയുടെ പ്രശ്നം കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും എനിക്ക് ഓഫർ ലെറ്ററോ ഒരു മെയിലോ ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആണെന്നുള്ളൊരു മെയിൽ വന്നു. എനിക്കപ്പോൾ ജാനുവരി ഇൻടേക്കിൽ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ എൻ്റെ പ്രോസസ്സിൻ്റെ അപ്ഡേഷന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചിയുടെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മമ്മി പറയുന്നത് മോള് പോയി ഉടമ്പടി എടുക്ക്, മോൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാത്തിനുള്ളൊരു ഉത്തരം മാതാവ് തരുമെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഞാൻ അന്നേരം എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അന്ന് തന്നെ ഓൺലൈനായിട്ട് നവംബർ 18 ഉടമ്പടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞത്, മാതാവേ എനിക്ക് ഞാൻ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിങ് നടക്കണേണ്, അതിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണം. ആ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു മെയിലോ ഒന്നും എനിക്ക് അടക്കുന്നില്ല. അതിന് റിജക്ഷൻ ആണോ അല്ലെങ്കിൽ എനിക്ക് ഓഫർ ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ 22 നവംബറിൽ എനിക്ക് അവിടെ നിന്ന് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വന്നായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ഏജൻസി മാറിയിട്ട് വേറൊരു ഏജൻസി വഴി
എൻ്റെ അടുത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും SOP ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു ഏജൻസി വഴിയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നവംബർ ലാസ്റ്റ് വീക്ക് തന്നെ എൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും യൂണിവേഴ്സിറ്റിക്ക് ഞാൻ അയച്ചു. അപ്പോൾ ഒരു ഡിസംബർ ആദ്യമൊക്കെ തന്നെ മാം എനിക്ക് അപ്ഡേറ്റ് ചെയ്തു, എല്ലാ ആപ്ലിക്കേഷൻസും സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡിസംബർ ആയതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് ആയിട്ടുള്ള വെക്കേഷനാണ്, അപ്പോൾ ഒരു ജാനുവരി ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ഓഫർ ലെറ്റർ പ്രതീക്ഷിച്ചാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. കഴിഞ്ഞ 2 ഏജൻസിയിൽ നിന്ന് എനിക്ക് വന്ന ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് 2 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ എടുത്തിട്ടാണ് വന്നത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ജാനുവരി 3-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമാണ് തോന്നിയത്. കാരണം എനിക്ക് കണ്ടീഷൻ ഓഫർ ലെറ്ററാണ് വന്നത്. അതിനകത്ത് 2 കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് IELTS പേപ്പർ വെക്കണം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഗ്യാപ്പ്. ഞാൻ 2021 ജാനുവരിയിൽ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ 1 ഇയർ ആയിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ വർക്ക് ചെയ്യാത്തത് അങ്ങനെ തന്നെയാണ് ഞാൻ SOP വെച്ചിരിക്കുന്നത്. വേറൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഫേക്കായിട്ട് വെക്കാനും പറ്റില്ല. അവർക്ക് വേണ്ടത് എൻ്റെ 1 ഇയറിലുള്ള ഗ്യാപ്പിൻ്റെ ജസ്റ്റിഫിക്കേഷനും IELTS സ്കോറുമാണ് വേണ്ടത്. 1 മാസം കൊണ്ട് എന്നെപ്പോലത്തെ ഒരു കുട്ടിക്ക് എന്തായാലും IELTS ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ബിലോ ആവറേജ് അധികം ലാംഗ്വേജ് ഇല്ലാത്തൊരു പെങ്കൊച്ചാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതും ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അതും ഞാൻ ഉദ്ദേശിച്ച റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വന്നു. ഞാനങ്ങനെ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നടുവേദന ആയതുകൊണ്ട് തന്നെ ആ ചേച്ചി കുറച്ച് തൈലം പ്രാർത്ഥിച്ച് തന്നിട്ടുണ്ടായി. ഞാനപ്പോൾ ആ തൈലം എടുത്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ അയച്ചു. ഞാനിവിടെ ഇത്ര നാൾ ഇംഗ്ലീഷിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് നന്നായിട്ട് ലാംഗ്വേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഗ്യാപ്പിൻ്റെ ജസ്റ്റിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ മെയിൽ അയച്ചു. എന്നാലും എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞു എന്തായാലും IELTS വേണം, കാരണം എനിക്ക് ഇംഗ്ലീഷിൽ 71% മാർക്കേ ഉള്ളൂ. അപ്പോൾ ആ സമയം തന്നെ എൻ്റെ ഫ്രണ്ടിന് 73% മാർക്ക് ഉണ്ടായിട്ട് അവൾക്ക് IELTS വേണ്ട. എനിക്ക് 71% മാർക്ക് ഉണ്ടായിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് IELTS വേണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ ആദ്യം IELTS ഡേറ്റ് എടുത്തു. ഫെബ്രുവരി 11-ാം തീയതി IELTS ഡേറ്റ് എടുത്തിട്ട് ഞാൻ ആ മെയിലിൽ തൈലം പുരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ മെയിൽ അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് ഈ മെയിലിനുള്ള റിപ്ലൈ വന്നതെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിറ്റേ ദിവസം ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഒരു മെയിൽ വന്നിരിക്കുന്നതാണ്. അവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യൂണിവേഴ്സിറ്റിക്കാരൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ അന്ന് അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ ജപമാലയും പ്രത്യക്ഷാന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് IELTS എന്തായാലും വേണം, എക്സാം എഴുതിയിട്ട് എത്രയും പെട്ടെന്ന് പേപ്പർ സബ്മിറ്റ് ചെയ്തോളൂ. ഗ്യാപ്പിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ നമുക്ക് നോക്കാം എന്ന രീതിയിൽ അവർ ഫോൺ കട്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് തികച്ച് അവരെന്നോട് സംസാരിച്ചില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം IELTS കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ 1.5 കൊല്ലമായി, 2 കൊല്ലം അടുക്കിയാകാറായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചിരുന്നു. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ്. IELTSും വേണ്ട, ഗ്യാപ്പ് ജസ്റ്റിഫിക്കേഷൻ വേണ്ട, ഒന്നും വേണ്ടാതെ എനിക്ക് മാതാവ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നെ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് ഫെബ്രുവരി 11-ാം തീയതി ഞാൻ IELTS ഓൾറെഡി ഞാൻ ഡേറ്റ് എടുത്തത് കൊണ്ടിട്ട് തന്നെ ഫെബ്രുവരി 11-ാം തീയതി എനിക്ക് IELTSൻ്റെ എക്സാം ആയിരുന്നു. IELTSൻ്റെ സ്പീക്കിങ്ങിൻ്റെ തലേദിവസം വരെ ഞാൻ മര്യാദക്ക് പോലും സ്പീക്കിംഗ് ചെയ്യുന്നുണ്ടായില്ല. ഞാൻ എക്സാമിന് പോയത് തന്നെ തൈലം നാക്കിൽ പുരട്ടിയും നെറ്റിയിൽ പുരട്ടിയും കാശുരൂപം കയ്യിൽ വെച്ചും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ 1 മിനിറ്റ് പോലും അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ആ സെക്ഷൻ ഫുള്ള് കണ്ടിന്യൂസ് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കഴിവിന് മേലാണ് ഞാൻ അവിടെ പെർഫോം ചെയ്തത്. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ചു. വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ IELTSന് ജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, തലേ ദിവസം വരെ എനിക്ക് സംസാരിക്കാൻ പറ്റാതെന്ന് ഞാൻ ഇന്ന് സംസാരിച്ചെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ കിട്ടുന്ന സ്കോറോ ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ ലിസണിങ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞു, എൻ്റെ റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് IELTSൻ്റെ പേപ്പർ വേണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു മോഡറേറ്റ് സ്കോർ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം മാർച്ച് 10-ാം തീയതിക്ക് മുന്നേ എനിക്ക് ഫീസ് അടക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രോപ്പർട്ടി ഇല്ല, വീട്ടിൽ പ്രോപ്പർട്ടി പണയത്തിലാണ്. എനിക്കൊരു 23 ലക്ഷം രൂപയോളം എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് എങ്ങനെ കാണിക്കണം എന്നറിയില്ല. എനിക്ക് വിത്തൗട്ട് കൊളാട്രൽ ആണെങ്കിൽ 7.5 ലക്ഷം രൂപ മാത്രമേ എനിക്ക് ലോൺ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കാസ്റ്റിലുള്ള പിള്ളേർക്ക് 25 ലക്ഷം രൂപ അബ്രോഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് കൊടുക്കുന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത്. ഞാനങ്ങനെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഞാനൊരു മാർച്ച് 27-ാം തീയതി ആയപ്പോഴേക്കും ഞാൻ എൻ്റെ 25 ലക്ഷം രൂപ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. അതിന് മുന്നേ തന്നെ 5 ലക്ഷം രൂപ എനിക്ക് ഫീസ് അടക്കണമായിരുന്നു. ഫീസ് അടക്കണ സമയത്തും എനിക്ക് തടസ്സങ്ങൾ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണ്, എനിക്ക് ചെക്ക് ലീഫ് ഉണ്ടായില്ല. മാർച്ച് 8-ാം തീയതിയാണ് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ചെക്ക് ലീഫ് ഇല്ലാതെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. 50-50 ചാൻസിൽ നമുക്ക് നോക്കാം, യോന വഴി അടക്കം നോക്കാമെന്ന് എൻ്റെ അടുത്ത് അവിടുത്തെ മാം പറഞ്ഞു.
മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് അവർ. 4:30 വരെ എന്നോട് അവിടെ ഇരുത്തി. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഫണ്ട് 8-ാം തീയതി തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്താണ് എനിക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ വെച്ചു. അവരെന്നോട് മെയിൽ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ക്യാസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് വെക്കണം. അപ്പോൾ ടോട്ടൽ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 23 ലക്ഷം രൂപയാണ് എനിക്ക് കാണിക്കേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് അത് കാണിക്കാൻ ഒരു ലോൺ പോലും എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. ലോൺ വെക്കണമെങ്കിൽ 30 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ഞാൻ കാണിക്കണം. 7.5 ലക്ഷം രൂപ കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ എവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല. കയ്യിലുണ്ടായ പൈസ കൊടുത്തിട്ടാണ് ഫീസൊക്കെ അടച്ചത് തന്നെ. ഞാൻ എന്നിട്ട് അവിടെ ട്രിവാൻഡ്രത്ത് പോയിട്ട് അവരോട് പറഞ്ഞ് അവിടെ ഡയറക്ടർ ഇല്ല, അവരില്ല, മാം ഇല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ആദ്യം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പോന്നു. എന്നിട്ട് എനിക്ക് അതിന് ഒരു റിസൾട്ടും കിട്ടിയില്ല. ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഇത് സെക്ഷൻ ചെയ്യുന്ന മാഡം ഇല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഓൾറെഡി ക്യാസിന് റിക്വസ്റ്റ് കൊടുത്തു. ഞാൻ ഇതുവരെ ക്യാസിന് റിക്വസ്റ്റ് പോലും കൊടുത്തിട്ടില്ല. 1 മാസം പിടിക്കും ക്യാസ് വരാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് വീണ്ടും ട്രിവാൻഡ്രത്ത് ചെന്നപ്പോഴെന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും മോശമായിട്ട് പെരുമാറുന്നില്ല. എല്ലാവരും അവിടുത്തെ സാറൊക്കെ കുഞ്ഞേന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നേച്ചത്. ഞാൻ എന്നിട്ട് 2ാമത് ചെന്ന് വീണ്ടും അവിടെ ഉപ്പിട്ടിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇടവരുത്തരുത് മാതാവേ. എൻ്റെ അപ്രൂവൽ ലെറ്റർ എനിക്ക് ചൊവ്വാഴ്ച ധ്യാനം നടക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അപ്രൂവൽ ലെറ്റർ നീ തന്നെ ഇത് തന്നാൽ മാത്രമേ എനിക്ക് ക്യാസിന് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. മാതാവിൻ്റെ ആ സമയത്ത് തന്നെ ജൂൺ ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ടിന് ക്യാസ് വന്നു. ഞാൻ അപ്പോഴും ക്യാസിന് റിക്വസ്റ്റ് കൊടുക്കാതെ വിഷമിച്ചിരിക്കണേണ്. അന്ന് ജൂൺ 13-ാം തീയതി രാവിലെ 12-ാം തീയതി തലേദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടിയിരുന്നു. ഇരിക്കുന്ന സമയത്ത് അമ്മ ചൊല്ലി അമ്മ എണീറ്റു. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കണേ, ഈ 25 ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് ഫിനാൻഷ്യൽ വെക്കാൻ എൻ്റെ കയ്യിൽ വേറൊരു വഴിയുമില്ല. അമ്മ പ്രാർത്ഥിച്ച് എണീറ്റ് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര മുല്ലപ്പൂൻ്റെ മണം എന്ന് വെച്ചാൽ ഭയങ്കര സുഗന്ധം. അപ്പോൾ ഞാൻ അമ്മനെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് അലർജി ഉള്ള സമയമായിരുന്നു, മഴ സമയമായിരുന്നു, ഭയങ്കര അലർജി ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് അമ്മ നാളെ എന്തൊരു അത്ഭുതം നടക്കാൻ പോകുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ എൻ്റെ അപ്രൂവൽ ലെറ്റർ കിട്ടും, അല്ലെങ്കിൽ എൻ്റെ അലർജി മാറുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്ന്. അപ്പോൾ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് എണീക്കുന്നത്. എൻ്റെ മെയിലിൽ എൻ്റെ അപ്രൂവൽ ലെറ്റർ വന്നേക്കണ്. അപ്രൂവൽ ലെറ്ററിൽ മെയിൽ വന്ന് കിടക്കുന്നതാണ് സ്വപ്നം കണ്ടത്. ഞാൻ മെയിൽ എടുത്ത് നോക്കി, ഒരു അപ്രൂവൽ ലെറ്ററോ ഒന്നും വന്നിട്ടില്ല. ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഞാൻ ധ്യാനം കൂടാനിരുന്നു. ധ്യാനം കൂടുന്നത് 12:20 അപ്പോഴായപ്പോഴാണ് ധ്യാനം കൂടാനിരിക്കുന്നത്. ഞാനപ്പോൾ പ്രാർത്ഥിച്ചതും തന്നെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്രൂവൽ ലെറ്റർ കിട്ടണേ മാതാവെന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 12:32 ആയപ്പോഴേക്കും എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ പതുക്കെ നോക്കി, ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അതുപോലെ എൻ്റെ മെയിലിൽ എൻ്റെ അപ്രൂവൽ ലെറ്റർ വന്ന് കിടക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ആ നിമിഷം തന്നെ ധ്യാനം കൂടി കഴിഞ്ഞു. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. എൻ്റെ ക്യാസിൻ്റെ പ്രോസസ്സിങ് ഞാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ടിൻ്റെ വിസയുടെ പ്രോസസ്സിങ് ആയി. എനിക്ക് ക്യാസ് വന്നിട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ജൂലൈ 5-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ക്യാസ് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും പറയണ പോലെ ഞാനും പറഞ്ഞു നോക്കിയതാണ്. അപ്പോൾ 3-ാം തീയതി ആയപ്പോൾ എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ഇങ്ങനെ സ്കോളർഷിപ്പ് വെച്ചിട്ട് ആരും പോയിട്ടില്ല, എല്ലാവരും അക്കൗണ്ടിൽ പൈസ കാണിച്ചിട്ടൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടത് പോയ പിള്ളേരുടെ വിസയുടെ കോപ്പിയും അവരുടെ അപ്രൂവൽ ലെറ്ററും അവരുടെ സാങ്ഷൻ ലെറ്ററും ഒക്കെയാണ് അവർക്ക് വേണ്ടത്. ഒരു പിള്ളേരും ആരും തരില്ല, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആരും തരില്ല. അല്ലെങ്കിൽ തേർഡ് പാർട്ടി വഴിയിട്ട് 3.5 ലക്ഷം രൂപ കാണിച്ച് ഒരു തേർഡ് പാർട്ടി വഴിയിട്ട് ലോൺ റെഡിയാക്കണം. അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. 1 രൂപ പോലും ഇല്ലാതെ മാതാവിൻ്റെ സഹായത്തിലും മറ്റുള്ളവരുടെ സഹായത്തിലും ലോണിലുമാണ് ഈ കാര്യങ്ങൾ ഇത്രയും നടന്നത്. ഞാൻ അന്ന് മഴ പെയ്ത്, എൻ്റെ വീട്ടിൽ മഴ പെയ്താൽ നിറച്ച് വെള്ളം കയറും. ഞാൻ ആ വെള്ളത്തിലിരുന്നിട്ടാണ് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, മാതാവേ ഞാൻ എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി എടുത്തൊരു തീരുമാനമാണിത്, തെറ്റായി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നീ അല്ലാതെ വേറെ ആരുമില്ല. ഈ ക്യാസ് റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്കിനി നോക്കാൻ പറ്റില്ല, വേറൊരു ഫിനാൻഷ്യൽ എൻ്റെ കയ്യിൽ ഇല്ല എന്നെ ഞാൻ പറഞ്ഞു. ഞാനന്ന് കരഞ്ഞ് കണ്ണീരോടെ തന്നെ പ്രാർത്ഥിച്ചത്, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ, ഈ ലോകത്ത് എന്നെ സഹായിക്കാൻ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് രാത്രി 2 മണിയായിട്ട് ഞാൻ UK ഓരോ സ്റ്റുഡൻസിനെ വിളിച്ചുകൊണ്ട് അവരുടെ ഡോക്യുമെൻറ്റ്സ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാരും തരുന്നില്ല. എല്ലാവർക്കും പേടിയാണ്, സ്വാഭാവികമായിട്ട് അവർക്ക് പേടിയാണ് തരാൻ വേണ്ടിയിട്ട്. ആരും എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നില്ല. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം സാറ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ റിജക്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്, ക്യാഷ് ഇഷ്യൂ ചെയ്യില്ല, റിജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒന്നും കൂടി അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള ക്ലിയറൻസ് വേണം, എവിഡൻസ് വേണം, എന്നാൽ മാത്രമേ അവർ ക്യാഷ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ കയ്യിലുള്ള തൈലം പെരട്ടി തന്നെ മാതാവിനോട് കരഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു ചൊവ്വാഴ്ച. എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തന്നിരിക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ്. എൻ്റെ ഓഫർ ലെറ്റർ മുതൽ എൻ്റെ ക്യാഷ് വരെയുള്ള കാര്യങ്ങൾ ചൊവ്വാഴ്ചയാണ് അമ്മ നടത്തി തന്നിരിക്കുന്നത്.
അങ്ങനെ ഞാൻ ബാങ്കിൽ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുവാണ്. മെയിലാണ് വന്നത്, എൻ്റെ ക്യാഷ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മെയിൽ വന്നത്. മെയിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതിനുശേഷം ഞാൻ ഉടനെ തന്നെ വിസക്ക് അപ്ലൈ ചെയ്യാൻ 1,20,000 അടുക്കിയാണ് വരുന്നത്. അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ചോദിച്ചവരാരും മുഖം തിരിച്ച് കളഞ്ഞിട്ടില്ല, എല്ലാവരും നമ്മളെ സഹായിച്ചു. വിസക്ക് ഞാൻ അപ്ലൈ ചെയ്തു. വിസക്ക് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും 6-7 ദിവസം കൊണ്ട് കിട്ടുന്ന വിസ എനിക്ക് 14-ാം തീയതി ബയോമെട്രിക് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മെയിലും വന്നില്ല, ഒന്നും വന്നില്ല. അവർ പിന്നെ എനിക്ക് അയച്ചിരിക്കുന്നത് ഒരു ജൂലൈ 19-ാം തീയതിയാണ് അവരെനിക്ക് അയച്ചിരിക്കുന്നത്. അവരെനിക്ക് അയച്ചിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ TB സർട്ടിഫിക്കറ്റ് മിസ്സിങ് ആണെന്ന്. അത് അവർക്ക് ഒന്നും കൂടി മെയിൽ അടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പോഴും മാതാവിനെ തള്ളി പറഞ്ഞില്ല. എനിക്ക് വേണ്ടി മാതാവ് എന്തോ ഒരുക്കുന്നുണ്ട്, അതാണ് എനിക്ക് ഈ തടസ്സങ്ങൾ വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നിരാശപ്പെട്ടില്ല. ഞാൻ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മാതാവിനെ മുറുകി പിടിച്ചുകൊണ്ടിരുന്നേച്ച്. അപ്പോൾ ഞാൻ എൻ്റെ TB സർട്ടിഫിക്കറ്റ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരെനിക്ക് റിപ്ലൈ മെയിൽ തന്നു. ഓക്കെ, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വിസ വരുമെന്ന്. 10 ദിവസം കഴിഞ്ഞു. എല്ലാവർക്കും 7 ദിവസം 6 ദിവസം കൊണ്ട് കിട്ടുന്ന വിസ 10 ദിവസം കഴിഞ്ഞു, 11 ദിവസം കഴിഞ്ഞു. എനിക്ക് ഒരു അപ്ഡേഷനും ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ 50-50 ചാൻസിലാണ് വിസക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ബാങ്ക് ലോൺ ലെറ്ററാണ് വിസക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ സ്കോളർഷിപ്പിൻ്റെ പേപ്പറാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇത് വെച്ചിട്ട് എനിക്ക് വിസ തരുവാണെങ്കിൽ നീ താ. ഞാൻ മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് റിജക്ഷൻ ആകും, കാരണം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ മാത്രമാണ്, അക്കൗണ്ടിൽ പൈസ പോലും ഇല്ല, ഇത് റിജക്ഷൻ ആകും. പക്ഷേ എൻ്റെ കയ്യിൽ വേറൊരു ഡോക്യുമെൻറ്റ്സോ ലോണോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ 7.5 ലക്ഷം രൂപ ലോണിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഞാൻ എൻ്റെ ഈ ഫിനാൻഷ്യൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തത്. എനിക്കപ്പോൾ ഡൗട്ടായിരുന്നു, റിജക്ഷൻ ആണോ മാതാവ് വരാൻ പോകുന്നത്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്കൊന്നും വരുന്നില്ല. അങ്ങനെ അപ്പം ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ ഉള്ള സ്ഥലത്തോട് മെയിൽ അയച്ച് അവർ കണ്ടില്ലെങ്കിൽ റിജക്ഷനാണ് വരുന്നത്. ഞാനങ്ങനെ ട്രിവാൻഡ്രത്തോട് വിളിച്ചപ്പോൾ അവർ പറയുവാണ് മെയിലൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പിന്നെയും അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറയുവാണ്, ഞാനൊരു 31-ാം തീയതിയാണ് അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അവരെൻ്റെ അടുത്ത് പറയുകയാണ് 29-ാം തീയതി മെയിൽ വന്ന് കിടക്കുന്നുണ്ടെന്ന്. അവർ കണ്ടിട്ടുണ്ടായില്ല. അവരപ്പം തന്നെ അതിന് ഞാൻ പറഞ്ഞു വേഗം എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് റിജക്ഷൻ വരും, കാരണം 5-ാം തീയതി ആകുമ്പോഴേക്കും എൻ്റെ 15 ദിവസം കഴിയും, അതുകൊണ്ട് തന്നെ വേഗം റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞു. അവർ വേഗം റിപ്ലൈ കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ചൊവ്വാഴ്ച എനിക്ക് വിസ കിട്ടും എന്നാണ്. ചൊവ്വാഴ്ച എനിക്ക് വിസ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമായി, കാരണം എൻ്റെ എല്ലാ കാര്യവും ചൊവ്വാഴ്ച നടത്തി തന്നിട്ട് എന്താണ് മാധവ് ഈ വിസയും എനിക്ക് എന്താ ചൊവ്വാഴ്ച തരാമെന്നുള്ള ഞാൻ വിഷമിച്ചു. പക്ഷെ എന്നാലും ഞാനവിടെ പോസിറ്റീവായിട്ട് തന്നെ മാതാവിനെ വിശ്വസിച്ച് മാതാവിനോട് ഞാൻ വിസ വന്നവരെ ബയോമെട്രിക്കിൻ്റെ അന്ന് മുതൽ വിസ വന്നവരെ ബുധനും ശനി ഞാൻ ഉപവാസം, അത് 5 മണി വരെ ഞാൻ ഉപവാസം എടുക്കും. എല്ലാ ദിവസവും 10 ജപമാല വെച്ച് ഞാൻ ചൊല്ലി. അത് ഞാൻ വിസ വരാൻ വേണ്ടി മാത്രമല്ല, സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊന്ന് ഒരുങ്ങിയതാണ്. ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങണേണ്, എനിക്ക് തരാനുള്ള വിസ നീ തന്നെ തന്നെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 3-ാം തീയതി അപ്പോൾ എൻ്റെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ആ അങ്കിളിനെ കാണാൻ പോയി, ഹോസ്പിറ്റലിൽ അവിടെ പോയി അങ്കിളിനെ കണ്ടു. മാതാവിൻ്റെ കാശ് രൂപയൊക്കെ വെച്ച് കോമ സ്റ്റേജിൽ കിടക്കണേണ്. പ്രാർത്ഥിച്ചു, മാഡത്തിന് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരുന്നു, മെയിലും വന്നു, എൻ്റെ പാസ്പോർട്ട് കൊറിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. അപ്പോഴും എനിക്ക് കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് ചിലപ്പോൾ റിജക്ഷൻ ആവും, പക്ഷെ എന്നാലും മാതാവ് തരാതിരിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ എനിക്കത് വന്നത് ഞാൻ എന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 3-ാം തീയതി. എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കണം 3-ാം തീയതിയാണ് എനിക്ക് മാതാവ് വിസയുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നതും അന്ന് തന്നെയാണ് 7.5 ലക്ഷം രൂപ എനിക്ക് ലോൺ സാങ്ഷൻ. അത് 7.5 ലക്ഷം രൂപ അവർ പറഞ്ഞത് ഒരു 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞവർ എനിക്ക് 3-ാം തീയതി തന്നെ എന്നെ വിളിച്ചേക്കുവാണ്. ലോൺ എല്ലാം റെഡി ആയിട്ടുണ്ട്, പൈസ ഇന്നല്ലെങ്കിൽ നാളെ അക്കൗണ്ടിൽ കയറും എന്ന് പറഞ്ഞ് എന്നെ അവർ വിളിച്ചു. അത് എൻ്റെ നല്ല പൂർണ്ണതയിലാണ് മാതാവ് എന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി കൊണ്ടെത്തിച്ചത്. ഒരു പൂർണ്ണതയില്ലാതെ സാക്ഷ്യം പറയേണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചു, കാരണം എനിക്ക് ലോൺ റെഡി കൊണ്ടിട്ട്. പക്ഷേ 3-ാം തീയതി തന്നെ ഉടമ്പടി എന്നെടുത്തോ ആ ദിവസം തന്നെ എനിക്ക് പൂർണ്ണതയിലുള്ള ഒരു സാക്ഷ്യത്തിനായിട്ട് മാതാവ് ഒരുക്കി. അത് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പ്രേക്ഷിത പ്രവൃത്തികളെല്ലാം ചെയ്യുമായിരുന്നു. കാരണം ഞാൻ രോഗികളെ പോയി കാണും, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ. എനിക്ക് ഒരാൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷേ ഞാൻ പോകുമ്പോൾ ഒരു 10
10-20 രൂപയൊക്കെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൈ നീട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കും. ചിലപ്പോൾ 10 രൂപയായിരിക്കും, പക്ഷെ ഞാൻ അത് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, മാതാവേ നാളെ ഇവർക്ക് ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിൽ നീ എന്നെ ഉയർത്തിയേക്കണേ, എനിക്ക് അത്രയും മതി, അതിനപ്പുറം വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മറൈൻ ഡ്രൈവിലൊക്കെ ആണെങ്കിലും ഞാൻ കൊണ്ട് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ വയ്യാതെ ഇരിക്കുമായിരുന്നു, അവരെയൊക്കെ പോയി കണ്ട് അവരോടൊക്കെ ഞാൻ സംസാരിക്കും. അതിനുപരി എനിക്ക് മാതാവിനോട് ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റി. ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണ്. സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ വന്നപ്പോൾ ഈ മാതാവ് എവിടെ പോയി, ഒരുപാട് രീതിയിൽ മാതാവിനെ താഴ്ത്തി പറഞ്ഞു. അപ്പോഴും ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് പറഞ്ഞത്. എപ്പോഴും എൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞു, നിനക്ക് ഈ പോണ കാര്യമൊന്നും എല്ലാവരോടും പറഞ്ഞ് നടക്കല്ലേ, കണ്ണ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ മാതാവിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ പേരിൽ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അതിനൊരു പ്രശ്നവുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞത്, ഞാൻ മാതാവിനോട് പറഞ്ഞു, അവരുടെ അറിവില്ലായ്മ, അവർക്ക് മാതാവിനെ പറ്റി അറിയാൻ പാടാത്തോണ്ടിട്ടാണ് അവർ മാതാവിനെ നിന്ദിക്കണത്. അത് നീ ക്ഷമിച്ച് കളഞ്ഞേക്ക്, അവർക്ക് മാതാവിനെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം അവർക്ക് കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നോട് ആര് സങ്കടം പറഞ്ഞാലും അവരോട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതിനകത്ത് ഞാൻ ഒന്നും നോക്കാറില്ല. അയ്യോ ഇവരെൻ്റെ കാര്യം പറഞ്ഞാൽ എന്താകും, അതിൻ്റെ ഇടയ്ക്ക് എന്നെ കുറ്റം പറയുന്നവരുണ്ട്, എന്നെ കളിയാക്കുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ ഒരുപാട് വിഷമിക്കുന്ന സമയത്ത് എനിക്കൊരു വചനം കിട്ടിയായിരുന്നു. ഏശയ്യ 51 അധ്യായത്തിൽ 3-ാമത്തെ വചനം, സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയും എന്ന് പറഞ്ഞൊരു വചനമാണ് കിട്ടിയത്. ഇതിനപ്പുറം ഒന്നും മാതാവിന് എന്നോട് കൂടുതൽ പറയാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ വചനം എനിക്ക് കിട്ടുന്നത് ക്യാസ് വന്നതിൻ്റെ തലേദിവസമാണ് ഈ വചനം എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഇന്നലെ എൻ്റെ വിസ വന്നു, എൻ്റെ വിസ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നലെ വിസ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മറ്റു ആരോടും പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് തന്നെ വന്നു മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞു. അതിൽ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. ഒന്നുമില്ലായ്മയിൽ, കാരണം ഒരു കൂലിപ്പണിക്കാരനായ എൻ്റെ അച്ഛനിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന്, 1 രൂപ പോലും ഇല്ലായ്മയിൽ നിന്ന് വിസ വരെയും എന്നെ എത്തിച്ച മാതാവിന് ഈശോക്കും 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ എനിക്ക് പറയാനായിട്ടെന്ന് വെച്ചാൽ, ഇവിടെ ഉടമ്പടി പുതുക്കണ സമയത്ത് എൻ്റെ അമ്മക്ക് ജോലി ഉണ്ടായില്ല. അമ്മ ജോലിക്ക് പോകുമായിരുന്നു, പക്ഷേ ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയുടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. അതിന് മുന്നേ അമ്മ ജോലിക്കൊന്നും പോവാതിരിക്കണമായിരുന്നു. അങ്ങനെയാണ് നമുക്കൊരു ജോലി കിട്ടുന്നത്. ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയുടെ ജോലിയുടെ കാര്യം വെച്ച സമയത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കണത് അമ്മ ജോലി നിർത്തിയെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് എന്തായാലും ജോലി കിട്ടുമെന്ന് പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് ജോലി കിട്ടി. എൻ്റെ അമ്മ ഇപ്പം നല്ലൊരു സ്ഥലത്താണ്. അമ്മയ്ക്ക് 4 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുന്നുണ്ട്. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലത്ത് എൻ്റെ മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഉള്ളൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് വീട്ടിൽ ചേട്ടൻ ഒരു പോലീസ് കേസിൽ, തല്ലുപിടുത്ത കേസിൽ പോലീസ് കേസിലായി. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കണ കാര്യം അവരുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ കുറേ ദിവസം എന്നെ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ എന്നോട് കൊണ്ടുവന്ന, മോനെ ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊരു വക്കീലിനെ പോലും വെക്കാൻ പൈസ ഇല്ല, മോനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മെയ് 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടി പുതുക്കണ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ചെന്നിട്ട് ഇവിടുന്ന് ഒരു കാശ് രൂപം വാങ്ങിച്ച് മാതാവിൻ്റെ പത്രത്തിൽ കാശ് രൂപത്തിലും തൈലവും പുരട്ടി അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, 1 മാസത്തിനുള്ളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ഈ കാശ് രൂപം കൊണ്ടുപോയി ചേട്ടൻ്റെ കയ്യിൽ ജയിലിൽ കൊടുത്തോ, എല്ലാ കാര്യവും റെഡിയാവും, 1 മാസത്തിനുള്ളിൽ ചേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. 22-ാം ദിവസം ചേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അവർക്ക് വളരെയധികം വിശ്വാസമായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് വക്കീലിനെ കിട്ടിയതും വെച്ചാൽ ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊരു കേസായിരുന്നു. എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട്, അവരുടെയും ഒരു പ്രാർത്ഥന കൊണ്ടിട്ട് തന്നെ ചേട്ടൻ ജയിലിൽ നിന്ന് പോന്നു. പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും എനിക്കധികം മനസ്സിൽ കട്ടിയില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് എനിക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും മാതാവ് കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഈ കൃപാസനത്തിൽ കാലുത്തുമ്പോൾ 3 കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഒന്ന്, എനിക്ക് ഓഗസ്റ്റിൽ ഞാൻ സാക്ഷ്യം പറയുന്നത്. രണ്ടാമത്തത്, മാതാവിനെ അറിഞ്ഞ് തന്നെ എനിക്ക് തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് മാതാവിനെ അറിഞ്ഞ് തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 3-ാമത്, ഞാൻ അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയുന്ന പോലെ നല്ലൊരു സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസത്തിൽ എന്ത് പ്രശ്നം വന്നാലും മാതാവ് ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരുപാട് കൂടുകയും ചെയ്തു. മാതാവിനെ ഓരോ സാഹചര്യത്തിൽ അറിയാനായിട്ട് സാധിച്ചു. ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ച, പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വളരെ വ്യക്തമായിട്ട് ചെറുതും വലുതുമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്, ഒന്ന്, ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നൊരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടലുണ്ട്. അവസാനം ഈ മകൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇനി എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ലഭിച്ച, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഭവം ഞാൻ പറയും. അതിന്
ആരും എന്നെ തടയണ്ട, അതിലിനി ഇതിന് നടന്ന്. പക്ഷേ അങ്ങനൊരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിലേക്ക് ഒരു വ്യക്തി വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം ആ വ്യക്തിയെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് തന്നെ. ഇപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും ലോണിൻ്റെ സാഹചര്യങ്ങളും ഈ വിധമെല്ലാം പരിശുദ്ധ അമ്മ വഴി ക്രമീകരിക്കപ്പെടുന്നത് മാത്രമല്ല, അത് സുഗന്ധം അഭിഷേകമായിട്ടാണെങ്കിലും അമ്മ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മകൾ തന്നെ പറയുന്നുണ്ട്, തൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈ മകൾ പറയുന്നു 1 മാസത്തിനുള്ളിൽ കാര്യം നടക്കും എന്ന് പറയുന്നു. അപ്പോഴേക്കും കാര്യം നടക്കുന്നു. അപ്പം ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ദൈവവിശ്വാസത്തിൽ നിന്ന് കിട്ടുന്നൊരു വലിയൊരു ആത്മവിശ്വാസം. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവം നമ്മിലൂടെ സംസാരിക്കുമെന്നുള്ളത് അത് ബൈബിളിലുടനീളം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും അത് സത്യമാണെന്ന് ഈ മകളുടെ ഒരു ചെറിയൊരു അനുഭവത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. പിന്നെ അവസാനം ചുരുക്കുമ്പോഴും പറയുന്നുണ്ട്, ഇവിടെ അച്ഛൻ എപ്പോഴും ഓർമ്മയാണ്, എന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലിയതും പ്രാർത്ഥിച്ചതും അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം വരുമ്പോഴും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വലിയൊരു ചോദ്യത്തിനും ഈ മകൾ തന്നെ അറിഞ്ഞോ അറിയാതെ ഉത്തരവും പറയാനുണ്ട്. ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞു, അമ്മ അത് സാധിച്ചു തരും. ഇനിയും അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ വ്യക്തിപരമായിട്ട് ഒരു ബലം ലഭിക്കുക. ഈ ബലം എന്ന് പറയുന്നത് അമ്മ കൂടെ ഉണ്ടെന്നുള്ളത്. അത് ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും പറയാറുള്ള ഐ ഷാൽ കം വിത്ത് യു വേർ എവർ യു ഗോ, ഞാൻ എവിടെ പോയാലും നിൻ്റെ കൂടെ വരും. അതൊരു വല്ലാത്തൊരു ബലമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയണ പോലെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരും എന്നെ തകർക്കത്തില്ല എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ബലവും പ്രാർത്ഥനയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ആ മകൾ പറയുന്നുണ്ട്, ഞാൻ അവളുടെ ജീവിതത്തിൽ പറ്റുന്ന രീതിയിലെല്ലാം കഴിയുന്ന രീതിയിൽ സാഹചര്യത്തിൽ പറ്റുന്ന രീതിയിൽ ഉടമ്പടിയിലെ പ്രവർത്തനങ്ങളിലും വ്യക്തമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻപോട്ടുള്ള യാത്രയും ജീവിതമൊക്കെ ഒരുപാട് ദൈവാനുഭവം നിറഞ്ഞതാവട്ടെ, ഒരുപാട് പേർക്ക് ദൈവാനുഭവം നൽകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.